ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളിൽ സദൃശവാക്യം 28 അധ്യായം 13 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ശുഭഭാവിയാണ്. എല്ലാം നന്നായിരിക്കണം, ശുഭപ്പെട്ടിരിക്കണം, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകണം. ഇതാണ് സകല മനുഷ്യരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ചിലർ ശുഭപ്പെടുന്നു, മറ്റു ചിലർക്ക് ശുഭം വരുന്നില്ല. അതിൻ്റെ കാരണമാണ് പരിശുദ്ധാത്മാവിടെ പറഞ്ഞിരിക്കുന്നത്: ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഒരു വ്യക്തി നന്നായിരിക്കണം എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പാപത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തവരാണ്. അറിഞ്ഞും അറിഞ്ഞുകൂടാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ മനുഷ്യൻ പാപം ചെയ്യുന്നുണ്ട്. ആ പാപവും നമ്മുടെ ജീവിതത്തിലെ ശുഭതയും തമ്മിൽ ഉള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പലതും മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് മനുഷ്യരുടേത്. നൊന്ത് പ്രസവിച്ച അമ്മയെയും കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പനെയും മറച്ചു വെച്ചുകൊണ്ട് പ്രണയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. രോഗം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അങ്ങനെ പലതും മറച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം. സ്വന്തം ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പരസ്ത്രീ ബന്ധം ഉള്ള ഭർത്താക്കന്മാർ അത് മറച്ചു വെച്ചുകൊണ്ട് ഭാര്യമാരോട് വളരെ സ്നേഹം നടിച്ചുകൊണ്ട് പെരുമാറുന്നു. മറച്ചു വയ്ക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്ക് മറച്ചു വയ്ക്കാൻ കഴിയും? മനുഷ്യൻ്റെ മുമ്പിൽ പലതും മറച്ചു വയ്ക്കാൻ കഴിയും. ചെയ്തതും പറഞ്ഞതും ഒക്കെ മറച്ചു വയ്ക്കാൻ കഴിയും. എത്ര നാൾ മറച്ചു വയ്ക്കും? ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കും ഒന്നും മറയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം അവിടുന്ന് സർവ്വജ്ഞാനിയാണ്. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതും ഒക്കെ അവിടുന്ന് ദൂരത്തുനിന്ന് അറിയുന്നു. അവിടുന്ന് അറിയാതെ ഒരു വാക്ക് പോലും ആർക്കും നാവിൻ്റെ മേൽ എടുക്കാൻ കഴിയുകയില്ല. അവിടുന്ന് നിരൂപണങ്ങൾ പോലും അറിയുന്നു. സർവജ്ഞാനിയായ ദൈവം എല്ലാം അറിയുന്നു. ദൈവത്തെ മറച്ചുകൊണ്ടുള്ള ജീവിതം ശുഭപ്പെടുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപം മറച്ച് വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവം കരുണ നിറഞ്ഞവനാണ്, കരുണാസമ്പന്നനാണ്. പാപം ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കപ്പെടുമോ? തീർച്ചയായും. ആരോട് ഏറ്റുപറയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പാപം ചെയ്യുന്ന മനുഷ്യരോട് പാപം ഏറ്റുപറഞ്ഞാൽ ആ പാപത്തിനെങ്ങനെ പരിഹാരം ലഭിക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതല്ലേ? ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ആ പാപം അവൻ ഏറ്റുപറയേണ്ടതുണ്ട്. ഏറ്റുപറയാത്ത പാപങ്ങളൊന്നും ദൈവം ക്ഷമിക്കുന്നില്ല. തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ്. പാപം ഏറ്റുപറയേണ്ടത് യേശു കർത്താവിനോടാണ്. യൂദ പാപം ചെയ്തു. പക്ഷേ താൻ ചെയ്ത പാപം താൻ ഏറ്റുപറഞ്ഞത് അക്കാലത്തെ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നായിരുന്നു. പുരോഹിതന്മാർ അത് കേട്ടിട്ട് അവർ കൈമലർത്തി അതിന് ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നിരാശയോടെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ പത്രോസ് പാപം ചെയ്തു.
യൂദായും പാപം ചെയ്തു, പത്രോസും പാപം ചെയ്തു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ താൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ പാപം യേശുവിൻ്റെ മുമ്പാകെ ഏറ്റുപറയുന്നത് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിനോട് പാപം ഏറ്റുപറഞ്ഞ പത്രോസിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവസഭയെ ഉപദ്രവിച്ച് നടന്ന പൗലോസ്, അദ്ദേഹം ക്രിസ്തീയ സഭയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. വീട് തോറും നടന്ന് സഭയെ മുടിച്ചു കളയുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു മനുഷ്യൻ, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ താൻ ചെയ്തതൊക്കെ ദൈവം ക്ഷമിച്ചു. പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. തൻ്റെ ജീവിതം ശുഭപ്പെട്ടു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ശുഭഭാവി ഉണ്ടാകണം. പാപം അത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും തടസ്സമാണ്. മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതം, ഒരുപക്ഷെ മക്കളെ മറച്ചു വെച്ചുകൊണ്ട്, മാതാപിതാക്കന്മാരെ മറച്ചു വെച്ചുകൊണ്ട്, കിടപ്പറയിൽ ഒരുമിച്ച് കിടക്കുന്ന ഭർത്താവിനെയും ഭാര്യയെയും മറച്ചു വെച്ചുകൊണ്ട് നാം ചെയ്യുന്നതെന്തും നമ്മെ തകർത്ത് കളയും. അതുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതമല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള ജീവിതം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടന്നുകൊള്ളുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്. സ്വർഗപിതാവേ, ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കരായിട്ട് നടക്കുവാൻ, പാപം ഏറ്റുപറഞ്ഞ് നടക്കുവാൻ, ഒന്നും മറച്ചു വയ്ക്കാതെ ജീവിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.